അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വർത്താനം റാഹത്തന്നല്ലേ? അൽഹംദുലില്ലാ, നമ്മൾ ഈ ഒരു ചാനലിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ സ്വലാത്തുകൾ പരിചയപ്പെടുമ്പോഴേ അതൊക്കെ നമ്മുടെ ലൈഫിൽ ഓരോ തവണയെങ്കിലും ചൊല്ലാൻ സാധിക്കുമ്പോൾ ശരിക്കും പടച്ച റബ്ബിനെ നമ്മൾ സ്തുതിക്കണം അല്ലേ? കാരണം വ്യത്യസ്തമായിട്ട് അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ അവിടുത്തെ ആഷിക്കീങ്ങളെ, അവിടുത്തെ മുഹബ്ബീങ്ങളെ നിർമ്മിച്ച പല സ്വലാത്തുകളും അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സമ്മതം കൊടുത്തതാണ്. എന്താണെങ്കിലും പല വ്യത്യസ്ത ഫലങ്ങൾ, ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സ്വലാത്തുകളൊക്കെ ലൈഫിൽ ഒറ്റ തവണയെങ്കിലും ചൊല്ലാനുള്ള ഭാഗ്യം ലഭിക്കുക എന്നുള്ളത് അത് വല്ലാത്ത ഒരു ഭാഗ്യമാണല്ലേ? കാരണം സ്വലാത്ത് എന്നുള്ളത് അള്ളാൻ്റെ ഹബീബിൻ്റെ മേലിലല്ലേ? ആ ഹബീബിൻ്റെ മേലിൽ എന്ത് ചെയ്യാനും, ആ ഹബീബിനെ സ്നേഹിക്കുന്നവർക്കാണെങ്കിലും ആ ഹബീബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർക്കാണെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു ഈമാനുള്ളവർക്കേ പടച്ച റബ്ബ് തൗഫീക്ക് കൊടുക്കുള്ളൂ. മനസ്സിലായില്ലേ? ഞാനും മലക്കളും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, അതുകൊണ്ട് ഈമാനുള്ള സത്യവിശ്വാസികളെ നിങ്ങളും സ്വലാത്തും സലാമും ചൊല്ലുവിന്നാണ് പറഞ്ഞത്. മുസ്ലിമീങ്ങളെ എന്നല്ല പറഞ്ഞത്, ഈമാനുള്ളവരെ എന്നാണ് പറഞ്ഞത്. അപ്പം ശരിക്കും സ്വലാത്ത് ചൊല്ലുന്നവർക്ക് പടച്ച റബ്ബ് നൽകുന്ന ആ ഒരു ഈമാൻ ഉള്ളവർക്കേ അത് കഴിയുള്ളൂ. അതുള്ളവർക്കേ പടച്ച റബ്ബ് തൗഫീഖ് കൊടുക്കുള്ളൂ. പടച്ചോനെ നമുക്ക് അത് ഏറ്റി തരട്ടെ. ആ ഹബീബിനോടുള്ള സ്നേഹം, ഇഷ്ക്, ഹുബ്ബ് വർദ്ധിപ്പിച്ചരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഒരു വ്യത്യസ്ത സ്വലാത്താണ് പറയുന്നത്. അള്ളാൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരളിൻ്റെ കഷ്ണമായിട്ടുള്ള മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, മഹദി അവറുകളുടെ ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഈ പറയുന്നത്. വളരെയേറെ ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്ത്, വളരെയേറെ ഫലങ്ങളുള്ള ഒരു സ്വലാത്താണ്. ഫലങ്ങളൊന്നും പറയുന്നില്ല കൂടുതൽ, ജസ്റ്റ് സ്വലാത്ത് പറഞ്ഞ് നമുക്ക് വീഡിയോ വൈൻഡപ്പാക്കാം. പടച്ച റബ്ബ് ഇതിനെന്തൊക്കെ ഗുണങ്ങളുണ്ടോ, എന്തൊക്കെ ഫലങ്ങളുണ്ടോ അതൊക്കെ എനിക്കറിയാം. അതൊക്കെ നമുക്ക് അർഹമായത് പടച്ച റബ്ബ് നൽകട്ടെ. ഈ ഒരു സ്വലാത്ത് മഹാനായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ മഹാനവറുകളുടെ ഇബ്രീസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും സ്വലാത്ത് പറഞ്ഞുതരാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ റൂഹുഹു മിഹ്റാബുൽ അർവാഹ് വൽ മലായികത്തി വൽ കൗൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ ഹുവ ഇമാമുൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ ഹുവ ഇമാമു അഹ്ലിൽ ജന്നത്തി ഇബാദില്ലാഹിൽ മുഅ്മിനീൻ. ഇതാണ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ റൂഹുഹു മിഹ്റാബുൽ അർവാഹി വൽ മലായികത്തി വൽ കൗൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ ഹുവ ഇമാമുൽ അംബിയാഇ വൽ മുർസലീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മൻ ഹുവ ഇമാമു അഹ്ലിൽ ജന്നത്തി ഇബാദില്ലാഹിൽ മുഅ്മിനീൻ. മനസ്സിലായെന്ന് വിശ്വസിക്കാണ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാൻ പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.